ഹായ്. ചില ട്രക്കിങ്ങൾ നമ്മൾ സീനറിക്ക് മാത്രം വേണ്ടി പോകണമല്ല. ചിലപ്പോൾ അതെല്ലാം നമ്മുടെ എൻഡുറൻസിനെയും നമ്മുടെ വിൽ പവറിനെയൊക്കെ പരീക്ഷിക്കും. ഞാൻ അവസാനം പോയ ട്രക്കിങ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ, ഏറ്റവും ടഫസ്റ്റായി തോന്നിയ ട്രക്കിങ് കുറേ മുമ്പ് പോയതാണ്. പക്ഷേ ഇപ്പോഴാണ് വീഡിയോ ചെയ്യാൻ എനിക്ക് ചാൻസ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ആ ട്രക്കിങ് ഇത്രയും ടഫായത്? ഞാൻ പറയട്ടെ. ഇതാണ് കർണാടകയിലെ ചെറിയൊരു ടെമ്പിൾ ടൗണായ സുബ്രഹ്മണ്യം. അവിടെയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റായ ട്രക്കിംഗ് ഉള്ളത്, കുമാരപർവ്വതം. ഞാൻ ട്രെയിനിലാണ് സുബ്രഹ്മണ്യയിലേക്ക് എത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴും ബസ് അവൈലബിൾ ആണ്. ചെറിയൊരു ടൗണാണ് സുബ്രഹ്മണ്യം. അവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നു വേണം ബേസ് ക്യാമ്പായ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്താൻ. സുബ്രഹ്മണ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴും ടെമ്പിൾ പരിസരത്തേക്ക് ബസ് ഉണ്ടാവാറുണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നടന്നു. ഓട്ടോയും അവൈലബിൾ ആയിരുന്നു. ഒരു നീണ്ട ക്യൂ ആണ് ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ടത്. ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് കുമാരപർവ്വതം. പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് പ്ലാസ്റ്റിക് പരിശോധനയാണ് ഈ നീണ്ട ക്യൂവിന് കാരണം. ഒരു സ്റ്റീൽ ബോട്ടിലോ അതോ കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രമേ അവിടെ കടത്തിവിടുള്ളൂ. പിന്നെ അരണ്യവിഹാര വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുകയും വേണം. അതിന് ടിക്കറ്റും അവിടെ കാണിച്ചു കൊടുക്കണം. അപ്പ് ആൻഡ് ഡൗൺ 24 കിലോമീറ്ററോളം ഉള്ള ട്രക്കിംഗ് ആയതുകൊണ്ട് 5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് നല്ലതായിരിക്കും. ഒന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ആ ഫോറസ്റ്റ് ഓഫീസ് തന്നെയുണ്ട്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. തിരിച്ച് 6 മണിക്ക് ഈ ഫോറസ്റ്റ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ 2ാം തവണയാണ് കുമാരപർവ്വതം കയറുന്നത്. ആദ്യത്തേത് 2019.
ഇനിയാണ് ഏറ്റവും ടഫസ്റ്റ് ആയ പാർട്ട്. മരങ്ങളൊന്നും ഇല്ല, നല്ല വെയിൽ. അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ അവർ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷെ ആരാണ് ഈ വെയിലത്ത് ഇരിക്കാൻ പോകുന്നത്? ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുക്കണം. ഇവിടെ നിന്നൊക്കെ കുറച്ച് വ്യൂസൊക്കെ നമുക്ക് കാണാം. എങ്കിലും ഈ പൊരി വെയിലത്ത് നമ്മൾ അത്ര നേരം അവിടെ നിൽക്കില്ല. പിന്നെ ഈ ഫോറസ്റ്റ് ഓഫീസ് ചെല്ലുമ്പോൾ അവർ പറയും 3:30 മുമ്പ് തിരിച്ചിറങ്ങണമെന്ന്. തിരിച്ചിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഒരു ബാത്റൂമും വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് പണ്ടത്തെ ക്യാമ്പ് സൈറ്റ്. ഭാഗ്യത്തിന് എനിക്ക് അവിടെ ക്യാമ്പ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ അതൊക്കെ നിർത്തി. ശരിക്കും ഈ ട്രക്ക് 2 ദിവസം ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൾക്കാർക്കെല്ലാം ആസ്വദിച്ച് പോകാം. എൻ്റെ പല ഫ്രണ്ട്സെല്ലാം പോയിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് കയറി നൈറ്റായപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ പുലർച്ചെയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. വെയിലാണാട്ടുവിന് സബ്മിറ്റിലേക്ക് എത്തി. അധികം വെയിലാട്ടുമ്പോൾ തിരിച്ചും വരാൻ പറ്റിയവർക്ക് അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം നല്ല വെയിലാണ്, അധികം വെള്ളമില്ല. ചിലപ്പോൾ അതെൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഇവിടെ അടുത്തൊക്കെ കുറച്ച് നീരിറവയൊക്കെ ഉണ്ട്. പക്ഷെ മഴയില്ലാണ്ടാ തോന്നുന്നു. അതെല്ലാം വറ്റിയിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് വിശ്വസിച്ച് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ചിലരുണ്ടായിരിക്കാം, അറിയില്ല. എങ്കിലും ഞാനതെല്ലാം വിട്ട് അത്യാവശ്യത്തിന് വെള്ളം നിറച്ചിരുന്നു ബട്ടർമനേന്ന്. എന്നിട്ട് വീണ്ടും നടന്നു. അടുത്ത ലക്ഷ്യം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ ആ കൽമണ്ഡപമായിരുന്നു. ഞാൻ ചിന്തിച്ചത് ആരാണ് ഈ കൽമണ്ഡപം അവിടെ കെട്ടിവെച്ചത് ഇതുപോലെ എന്നാണ്. കുറച്ച് ആൾക്കാർക്ക് വിശ്രമിക്കാം, അധികം വീടും തട്ടില്ല. എങ്കിലും കുറേ നേരം നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം സബ്മിറ്റിലേക്ക് എത്തി തിരിച്ച് 3:30 മുമ്പ് തിരിച്ചെത്തണം. ഇതാണ് ആ കൽമണ്ഡപം. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് വ്യൂസൊക്കെ നോക്കി. പിന്നെ വീണ്ടും നടക്കാൻ തുടങ്ങി. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ നടത്തം. വെള്ളമൊക്കെ തീരാൻ തുടങ്ങി. ആകെ കുറച്ച് ബിസ്ക്കറ്റും 2 ഓറഞ്ച് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മുമ്പ് വന്നപ്പോൾ സബ്മിറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ ടൈമിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഒപ്പം ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ ഒരുപാട് നടന്നു. തിരിച്ചെത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നു. ഞങ്ങൾ വിചാരിച്ചത് ഇനിയും ഒരുപാട് പോകാനുണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് മനസ്സിലായി, ഞങ്ങൾ നിന്നതിന് അവസാനിപ്പിച്ചതിന് കുറച്ച് ദൂരം കൂടെ മാത്രമേ സബ്മിറ്റിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. ചെറുതായിട്ട് മഴ പെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ പേടിച്ചു പോയി. നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ് കുത്തിനുള്ള ഇറക്കാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു എവിടെയാണ് കുമാരപർവ്വത പീക്കെന്ന്. അവരേക്ക് കാണിച്ചു തന്നു. ഇവിടുന്ന് കാണാൻ പറ്റുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നടക്കാൻ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ടാവും. സമയം ഏകദേശം 12:30-1 മണിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ കുറേ ആലോചിച്ചു, തിരിച്ച് അവിടെ പോയി തിരിച്ചു വരേണ്ട സമയമുണ്ടോ? കാരണം ആ ഫോറസ്റ്റ് ഓഫീസിന് 3:30 മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറേ നിന്ന് ആലോചിച്ച് എനിക്ക് തോന്നി ഇതെൻ്റെ ചാൻസാണ്. ലാസ്റ്റ് തവണ വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ വെച്ച് പിടിച്ചു. ഒരു ഓട്ടോ ആയിരുന്നു. അധികം കയറ്റം കുറവാണ്, ഇറക്കുമായിരുന്നു ഒരുപാട്. അങ്ങനെ ഞാൻ നടന്നു. അവസാനം ഇതെല്ലാം ഈ മലയെല്ലാം കയറി ഇതാണ് പീക്ക്. അവിടെ ഇരുന്ന് ഞാൻ കുറേ എന്തൊക്കെയോ സംസാരിക്കാൻ നോക്കി. ഇത്തിരി വെള്ളം കുടിച്ചു. അവസാനം ഉണ്ടായിരുന്ന ഓറഞ്ചെല്ലാം കഴിച്ചു.
ഞാൻ വിചാരിച്ചത് എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല, കാരണം കാലൊക്കെ നല്ല ക്രാമ്പ് തുടങ്ങി, വേദന തുടങ്ങി. ഞാൻ അവിടെ ഇരുന്നു. തിരിച്ചിറങ്ങണപ്പോൾ ഒന്നും ഞാൻ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും താഴെ എത്തണം, വെള്ളം കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളമെല്ലാം അപ്പോൾ കംപ്ലീറ്റ് തീർന്നായിരുന്നു. വെള്ളം കുടിക്കണമെങ്കിൽ ഇനി ആ ഫോറസ്റ്റ് ഓഫീസ് വരെ എത്തണം, അല്ലെങ്കിൽ ബട്ടർമാനെ വരെ എത്തണം, അതും ഈ ചൂടത്ത്. ഞാൻ 1-2 അല്ല അതിനും കൂടുതൽ മിസ്റ്റേക്കുകൾ ഈ ട്രക്കിന് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഹങ്കാരം കൊണ്ടാണോ എന്നറിയില്ല, തീരെ പ്രിപ്പയർ ആയിരുന്നില്ല. പിന്നെ ട്രെയിനിൽ വന്നുകൊണ്ട്, അതും ജനറൽ ടിക്കറ്റ് എടുത്ത് വന്നുകൊണ്ട് 1 മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം 2 കുപ്പി മതി എന്നാണ് വിചാരിച്ചത്. അല്ല, ഇനിയും ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് താഴെ എത്താൻ പറ്റുള്ളൂ. ഫുഡ് വേറെ കയ്യിൽ കരുതണം, അത് ചോക്ലേറ്റോ നല്ല ഫ്രൂട്ട്സോ, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവണം. ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വരുമ്പോൾ മേ ബി അടുത്ത വർഷം വരുമ്പോൾ നല്ലോണം ഫുഡും വെള്ളമൊക്കെ കരുതി ആസ്വദിച്ച് മെല്ലെ ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമായിരിക്കും, നടക്കാതെ എവിടെ പോകാൻ. അപ്പോൾ ശരി. സോ നിങ്ങൾ ഈ കുമാരപർവ്വതം ട്രക്കിന് പോകുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കരുത്, മടുത്തു പോവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.